നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ തേടിയിട്ടുള്ള നമ്മുടെ യാത്ര ഇന്ന് വന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. 4 ബെഡ്റൂമോടുകൂടെ 2600 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീട് നിൽക്കുന്ന പ്ലോട്ട് അത്യാവശ്യം സ്ഥലമുണ്ടെങ്കിലും 20 സെൻറ്റോളം സ്ഥലമുണ്ട്. എങ്കിലും ഫ്രണ്ടേജ് വീതി കുറവായിട്ട് ഉള്ളിലേക്ക് ലെങ്തി ആയിട്ടുള്ള ഒരു പ്ലോട്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വീട് വയ്ക്കുന്ന ആളുകൾക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് ലഭിക്കുന്ന ഒരു വീട് കൂടിയാണ്. അടിപൊളിയായിട്ട് ഇന്റീരിയർ ചെയ്തിരിക്കുന്ന വീടാണ്. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും മൈ ബെറ്റർ ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ടൗണിനടുത്ത് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. മഹേഷ് വില്ല എന്നാണ് വീടിന് പേര് നൽകിയിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ട് ഗേറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. GI പൈപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മളൊരു ലാൻഡ്സ്കേപ്പിലേക്ക് വരികയാണെങ്കിൽ കടപ്പ സ്റ്റോൺ വെച്ച് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് നമുക്ക് കാണാം. ഈ ഭാഗത്ത് സോഫ്റ്റ് സ്കേപ്പ് പുല്ലുകളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ബഫല്ലോ ഗ്രാസ് നൽകിയിരിക്കുന്നു. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കലാത്തിയ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എന്നാൽ തന്നെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വീടിൻ്റെ എലിവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു ബോക്സി ടൈപ്പ് എലിവേഷനാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മൊത്തം കളർ തീം നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റ്, ഗ്രേ, ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു വീട് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ടൈലുകളൊക്കെ ഗ്രേ ആൻഡ് ബ്ലാക്ക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ വിൻഡോസും ഡോർസുമാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീടിനകത്തേക്ക് കയറി കാണാം. സ്റ്റെപ്പുകൾ കവർ ആവുന്ന രീതിയിലാണ് റൂഫിൻ്റെ പ്രൊജക്ഷൻ പുറത്തോട്ട് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് നനയാത്ത രീതിയിൽ തന്നെ നമുക്ക് വീടിനകത്തേക്ക് കയറാൻ സാധിക്കും. സ്റ്റെപ്പ് നൽകിയിരിക്കുന്ന രീതി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു ഭാഗത്തൊരു പ്ലാന്റർ ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല രീതിയിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സിറ്റ് ഔട്ടിൻ്റെ ഡിസൈൻ. വളരെ മിനിമം സ്പേസ് ആണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ബ്ലാക്ക് തീമിലാണ് ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുള്ളത്. ഒത്തിരി ആളുകൾ അന്വേഷിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡോർ കൂടിയാണ് ഈ കാണുന്ന ഫ്രണ്ട് ഡോർ. ഇത് സ്റ്റീലിൽ ചെയ്തിരിക്കുന്ന ഹവായി എന്ന് പറയുന്ന ബ്രാൻഡിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു ഡോർ കൂടിയാണ്. ഡബിൾ ഡോർ ആണ്. ഡിജിറ്റൽ ലോക്കാണ് ഇതിന് വരുന്നത്. വിൻഡോസ് നൽകിയിരിക്കുന്നത് സ്റ്റീൽ വിൻഡോസ് ആണ്. അതും ബ്ലാക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഈ ഒരു വീട് മുഴുവനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ചെയ്തിട്ടുള്ള വീടാണെന്നുള്ള കാര്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. ഈ ഭാഗത്ത് ഒരു ക്ലാഡിംഗ് ഷോവാൾ നൽകിയിട്ടുണ്ട്. ക്ലാഡിംഗ് ബ്രിക്സ് വെച്ചിട്ടാണ് ഈ ഒരു ഷോവാളിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് നൽകിയിട്ടുണ്ട്. വാം ടോണിൽ നൽകിയിരിക്കുന്ന ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് വീടിന് കുറേ കൂടെ ഒരു മോഡേൺ ഫീൽ നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് വീട് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനത്തെ നമുക്ക് പരിചയപ്പെടാം. തൃശ്ശൂരിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫസാഡ് ആർട്ട് ഇൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ ഡിസൈനും പ്ലാനിങ്ങും മുഴുവൻ ജോലികളും ചെയ്തിരിക്കുന്നത്. 2600 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് പെർ സ്ക്വയർ ഫീറ്റ് 2400 രൂപയാണ് ബഡ്ജറ്റ് ആയിരിക്കുന്നത്. അതിൽ വിത്തൗട്ട് ഇൻറ്റീരിയർ ആണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. നമ്മളിങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ടെറാക്കോട്ട ക്ലാഡിങ് ചെയ്തിരിക്കുന്ന ഒരു ബ്രിക്ക് വാളാണ് നമുക്ക് കാണാൻ സാധിക്കുക. മുകളിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലായിട്ട് വരുന്ന ഒരു പോർഷൻ ഗ്ലാസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. TV യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. നിലവിൽ അവിടെ TV വെച്ചിട്ടില്ല, പകരം ഇത്തരത്തിലുള്ള ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. ലിവിംഗ് റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 13 അടി നീളവും 13 അടി വീതിയും വരുന്ന സൈസിലാണ് ലിവിംഗ് റൂം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ കർവ്ഡ് ആയിട്ട് വരുന്ന മോഡേൺ സോഫാസ് ആണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സെൻറ്റർ ടേബിൾ നൽകിയിരിക്കുന്നു. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ TV വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോഫയിലിരുന്ന് നല്ല കംഫർട്ടായിട്ട് TV കാണാൻ സാധിക്കും. ഫ്ലോറിംഗ് മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പാസേജ് വേയിൽ മൊറോക്കൻ സീരീസിൽ അല്ലെങ്കിൽ ഡിസൈനർ സീരീസിൽ വരുന്ന തരത്തിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഒരു ഡാർക്ക് ടോൺ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്ന് നേരെ നമ്മൾ കയറി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. വളരെ ചെറിയ സ്പേസ് ആണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഊഞ്ഞാൽ നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു കോർട്ട്യാർഡ് സ്പേസ് ഉണ്ട്. അവിടേക്ക് നാച്ചുറൽ ലൈറ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഒരു പ്രത്യേക ആംബിയൻസ് ആണ് വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. അതിൽ പ്ലാന്റ്സുകളുണ്ട്, പെബിൾസ് ഉണ്ട്. ഈ വീടിൻ്റെ പൂജാമുറി പോലും സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്കാണ്. അങ്ങനെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാളിനോട് ചേർന്നിട്ട് ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. അതിൽ ലാമിനേറ്റ് ഒക്കെ ചെയ്തൊരു വുഡൻ ഫീലിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു എർത്തി ടോണിൽ വരുന്ന ഡൈനിങ് ടേബിൾ യൂണിറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരേ സമയത്ത് 6 പേർക്ക് ഇരിക്കാവുന്ന നല്ല ഭംഗിയുള്ള ലെഗുകൾ നൽകിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ മാർബിളാണ് കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത്. അങ്ങനെ നല്ല രസമുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റെയർ കേസ് വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്താണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് താഴ്ത്തിയിട്ടാണ് ഈ ഒരു വാഷ് ഏരിയയുടെ ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിംബോളയുടെ വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മിറർ സിമ്പിളായിട്ട് വാളിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന ആ ഒരു റസ്റ്റിക് ഫിനിഷ് വരുന്ന ടൈല് ഈ ഒരു ഇൻറ്റീരിയറിന് കുറച്ചുകൂടെ ഒരു ഭംഗി സമ്മാനിക്കുന്നുണ്ട്. ഫസാഡ് ആർട്ട് ഇൻ ആർക്കിടെക്ചറിൻ്റെ വർക്കുകൾ മുമ്പും ഞങ്ങൾ മൈ ബെറ്റർ ഹോമിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആംബിയൻസ് അല്ലെങ്കിൽ റീക്രിയേഷൻ സ്പേസുകൾ അവരുടെ വർക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒന്നുകൂടെയാണ്. ഇതിൻ്റെ മെയിൻ പില്ലേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് ഗോകുലും രാഹുലുമാണ്. അവരോടൊപ്പം തന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീം തന്നെ ഫുൾ വർക്കിന് വേണ്ടിയിട്ട് കൂടെയുണ്ട്. വീടിൻ്റെ പ്ലാനിങ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഫുൾ വർക്കുകൾ അവർ ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്തു തരുന്ന രീതിയിലാണ് അവരുടെ സർവീസുകൾ പോകുന്നത്. ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. ഇത് ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. മുകൾ ഭാഗത്ത് ഗ്ലാസ് റൂഫിംഗ് ആണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ നല്ല സൂര്യപ്രകാശം വീടിനകത്ത് കിട്ടുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തത്. പുറകിൽ ഇതേപോലെ ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് വീടിനകത്ത് കിട്ടുന്നു. ഈ ഒരു ഭാഗത്താണ് പൂജാ സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ട്, അതായത് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് അതിൻ്റെ ഒരു പൊസിഷൻ നൽകിയിട്ടുള്ളത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. കിഡുമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കണ്ടംപററി സ്റ്റൈൽ കിച്ചണാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കോർട്ട്യാർഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കോർട്ട്യാർഡിൽ നിന്നുള്ള ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് കിച്ചണിൽ വരാൻ വേണ്ടിയിട്ട് ഇവിടെ UPVC വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന ഡോറ് നോക്കുക, എല്ലാ ഡോറുകളും സ്കിൻ ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഗ്രേ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. നേരെ കിച്ചനകത്തേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ ഒരു ഐലൻഡ് ടേബിൾ ആണ് കിച്ചണിൽ ആദ്യം കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിൽ ഇത്തരത്തിലുള്ളൊരു നിഷ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ അണ്ടർ ക്യാബിനറ്റ്സ് ലൈറ്റ്സുകൾ കൊടുത്തിരിക്കുന്നു. L ഷേപ്പിലാണ് കിച്ചൺ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ സിങ്ക് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഹുഡ് ആൻഡ് ഹോബ് വരുന്നത് ഈ ഭാഗത്താണ്. ഇപ്പുറത്തെ സൈഡിലാണ് ഫ്രിഡ്ജ് നൽകിയിരിക്കുന്നത്. ഓവനും OTGയും അതിനോട് ചേർന്ന് തന്നെ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ആയിട്ട് ടൈലാണ് നൽകിയിരിക്കുന്നത്. അലുമിനിയത്തിൽ ചെയ്തിരിക്കുന്ന കിച്ചണാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത്രയും അടിപൊളിയായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അലൂസോഫ്റ്റ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിന്റെ ഹൈറ്റ് ഇങ്ങനെ കൂടുതലാക്കി ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീന് പൊതുവെ ഹൈറ്റ് കൂടുതലായിരിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ ക്രോക്കറി യൂണിറ്റ് അടിപൊളിയായിട്ട് നൽകിയിരിക്കുന്നു. ബ്ലാക്ക് ടിൻറ്റഡ് ഗ്ലാസ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പാൻട്രി ടോൾ യൂണിറ്റ് ആണ്. ഇതിനകത്ത് ആക്സറീസ് ഒക്കെ നൽകി ഒത്തിരി സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സ്റ്റോർ റൂം ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ഭാഗം മുഴുവനായിട്ട് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സെക്കൻഡ് വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടും ചെയ്യാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ എക്സിറ്റ് ഡോർ, പുറത്തോട്ട് ഇറങ്ങാനുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. വാളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനർ ടൈപ്പ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഓവറോൾ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡേൺ കിച്ചണാണ് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ബെഡ്റൂമുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇവിടെയാണ് ബെഡ്റൂം, ആദ്യത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. കോർട്ട്യാർഡിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്താണ് ഇതിൻ്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം ആണ് നമ്മൾ ആദ്യം കാണുന്നത്. കിങ് സൈസിൽ വരുന്നൊരു കോട്ടാണ് മാസ്റ്റർ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. റൂമിൻ്റെ സൈസ് 13 അടി നീളം, 13 അടി വീതിയുമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് വാർഡ്രോബ്, വാക്കിംഗ് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് കയറി നിൽക്കാനും നമ്മുടെ വാർഡ്രോബ് സ്പേസ് ആയിട്ട് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാനും സാധിക്കും. ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഒരു സെക്കൻഡ് വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഒരു ഡ്രസ്സിങ് ഏരിയ, മിറർ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡിസൈൻ കാണാം. വിട്രിഫൈഡ് ടൈലാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഷവർ പാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ബാത്റൂമിൻ്റെ വാള് കട്ട് ചെയ്തിട്ട് ഒരു നിഷ് ഏരിയ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ആ ഒരു ഭാഗം യൂസ് ചെയ്യാൻ സാധിക്കും. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണുന്നത്. ഡൈനിങ്ങിൽ നിന്ന് ലിവിങ്ങിലേക്ക് പോകുന്ന പാസേജിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ലഭിക്കുന്നത്. ക്യൂൻ സൈസിൽ വരുന്ന ഒരു കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ഗ്രേ ടൈപ്പ് ഫിനിഷാണ് വാളിന് നൽകിയിരിക്കുന്നത്. ആ ഒരു ഭാഗത്തേക്ക് നോക്കൂ, വിൻഡോയുടെ ഭാഗത്ത് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ലോ ഹൈറ്റിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ കാല് നീട്ടി ഇവിടെ ഇരിക്കാൻ പറ്റുന്ന സൗകര്യത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഔട്ട്സൈഡ് നോക്കുന്ന സമയത്ത് ആർക്കിടെക്ചറൽ എലമെന്റ് ആയിട്ട് വിൻഡോയുടെ ഷെയ്ഡ് പുറത്തോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതും ഇതേ ഒരു ഡിസൈനിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു വാളിൽ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. വാർഡ്രോബിന്റെ ഡോറുകളൊക്കെ ഗ്ലാസ് ഡോർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിന്റെ സ്പേസ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. FRP ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബാത്റൂമിന്റെ ഡിസൈൻ നമുക്ക് നോക്കാം. വളരെ നീറ്റായിട്ട് വിട്രിഫൈഡ് ടൈലിൽ ചെയ്തിരിക്കുന്ന ഗ്രേ പ്ലസ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആണ് ടൈലുകൾക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്രോം ഫിനിഷ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സിനൊക്കെ നൽകിയിരിക്കുന്നത്.
ഇനി സ്റ്റെയർ കേസ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കാണാം. കോൺക്രീറ്റിലാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. ടൈലാണ് ഫ്ലോറിംഗ് മെറ്റീരിയൽ ആയിട്ട് നൽകിയിരിക്കുന്നത്. ഗ്ലാസ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നു. മുകൾ ഭാഗത്ത് ഇതേപോലെ വുഡൻ റെയിലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഡബിൾ ഹൈറ്റിൽ ചെയ്തുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റെയർ കേസിൽ നിന്നും കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേസ് ഉള്ള സൗകര്യമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് ആണ് മുകൾ ഭാഗത്ത് കിട്ടുന്നത്. 2 ബെഡ്റൂമാണ് അപ്സ്റ്റെയറിൽ നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ്, രണ്ടാമത്തെ ബെഡ്റൂം ഓപ്പോസിറ്റ് സൈഡിലുമാണ്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് നൽകിയിരിക്കുന്നു. ബാൽക്കണിയിലേക്ക് പോകാനുള്ള ഒരു പാസേജ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ലിവിങ് സ്പേസിലേക്കുള്ള ഒരു വിസിബിലിറ്റിയും ആക്സസും ലഭിക്കുന്നുണ്ട്. നമുക്ക് ബെഡ്റൂമുകളൊക്കെ ഒന്ന് കാണാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂം സൈസുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 13 അടിയാണ് മോസ്റ്റ്ലി നീളം വരുന്നത്. 13 അടി വീതിയും വരുന്ന രീതിയിലാണ് ബെഡ്റൂംസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊരു മീഡിയം സൈസ് ബെഡ്റൂം ആണ്. കോട്ട് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഹെഡ് ബോർഡ് കുഷൻ വർക്ക് ചെയ്തിട്ടാണ്. 2 ഭാഗത്തും വുഡൻ സൈഡ് ടേബിൾ ആണ് നൽകിയിരിക്കുന്നത്. വിൻഡോ വരുന്നത് ദാ ഈ ഭാഗത്താണ്. നേരെ നോക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് മുറ്റത്ത് ലാൻഡ്സ്കേപ്പിലേക്കുള്ള വ്യൂ ഇവിടെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ബെഡ്റൂമിൽ ബാൽക്കണി അറ്റാച്ച്ഡ് ആക്കി ഇവിടെ ഒരു ഡോർ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ ബെഡ്റൂം എന്ന ഡയറക്റ്റ് ബാൽക്കണിയിലേക്ക് ആക്സസ് ലഭിക്കുന്നുണ്ട്. വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. കംപ്ലീറ്റ്ലി അലൂമിനിയത്തിൽ ചെയ്തിരിക്കുന്ന വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷൻ വാർഡ്രോബാണ് നിങ്ങൾ കാണുന്നത്. ഹൈറ്റ് ഫുൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്നു. സാധാരണ ഇത്രയും ഹൈറ്റിലൊക്കെ ചെയ്യുമ്പം ഡോറിന് ബെൻഡും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പ്ലൈവുഡിൽ ചെയ്യുമ്പം. എന്നാൽ അലൂമിനിയത്തിൽ അത്തരത്തിലുള്ള ഒരു ബെൻഡും ഇല്ലാതെ നമുക്ക് ഫുൾ ഹൈറ്റ് കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതൊരു സ്റ്റഡി ടേബിൾ ആണ് നൽകിയിരിക്കുന്നത്. മുകളിൽ ഒരു സ്റ്റോറേജ് സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിന്റെ പൊസിഷൻ വരുന്നത് ഈ ഭാഗത്താണ്. ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലും ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വളരെ മിനിമൽ ആയിട്ട് ഫേർണിച്ചേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണിത്. ഒരു സോളിഡ് വുഡൻ കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തും സൈഡ് ടേബിൾ നൽകിയിരിക്കുന്നു. അതും മരത്തിൽ ചെയ്തിരിക്കുന്ന സൈഡ് ടേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ, അതേപോലെ ഒരു ഷെൽഫ് നൽകിയിരിക്കുന്നു. ഇതിനോട് ചേർന്ന് തന്നെ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണിത്. വാർഡ്രോബ് ഒരു വാക്കിംഗ് വാർഡ്രോബ് സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ഈ വാർഡ്രോബിനകത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഇതിനകത്ത് നിന്ന് ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഭാഗം എൽ ഷേപ്പിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബാൽക്കണി ഒന്ന് കാണാം. ഇതേ രീതിയിൽ ഈ പാസേജിലൂടെ നമുക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് നടക്കാനുള്ള സ്പേസ് മാത്രമാണ് ഈ ഒരു പാസേജിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഡോറ് നൽകിയിരിക്കുന്നു. ബാൽക്കണിയിലേക്ക് നമുക്ക് ഇതിലെ ആക്സസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ബെഡ്റൂമിനകത്തുനിന്നും ഈ ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. നമ്മൾ എലിവേഷനിൽ കാണുന്ന പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ഇതേപോലെ ഗ്ലാസ് ഹാൻഡ് റെയിലാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ അലുമിനിയത്തിൽ പൗഡർഡ് കോട്ടഡ് ആയിട്ട് വരുന്ന വുഡൻ ഹാൻഡ് റെയിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് നമ്മുടെ മാർക്കറ്റിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടെയാണ്. അത് ഈ ആളുകൾക്ക് അത്ര അവെയർ ആയിട്ടില്ല. അലുമിനിയത്തിൻ്റെ മുകളിൽ കറക്റ്റ് ആ ഒരു വുഡൻ ഫിനിഷ്, തേക്ക് വുഡ് ഫിനിഷ് കിട്ടുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സെയിം ഹാൻഡ് റെയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ഫീല് കിട്ടാൻ ഇത് സഹായിക്കുകയും ചെയ്യും. സോ ഈ വീട്ടിൽ താമസിക്കുന്ന മഹേഷ് സാറും ഫാമിലിയാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. വീട് വെച്ച സമയത്തെ ഇപ്പോൾ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ താമസിച്ച് തുടങ്ങി. എങ്ങനെയുണ്ട് ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുമോ? നല്ല എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗൂഗിളിൽ ഇവരുടെ നമ്പർ എനിക്ക് കിട്ടിയത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെയാണ്. അതിനുശേഷം അവരെ കോൺടാക്ട് ചെയ്തു. ഫസ്റ്റ് പ്ലാനിൽ തന്നെ ഞങ്ങളത് ഫിക്സ് ചെയ്തു. കാരണം നമ്മൾ ചോദിച്ചാൽ എന്താണോ അത് തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. പിന്നെ അതിന് ശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഡെലിവറിയൊക്കെ ആസ് പെർ അതിൻ്റെ എന്താ പറയുക ഷെഡ്യൂൾഡ് അനുസരിച്ച് തന്നെ തീരെ ലാഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മൈന്യൂട്ടായിട്ട് കുറച്ച് ഇൻറ്റീരിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ വൈഫ് പറയും. യെസ് മാഡം, മനസ്സിൽ കണ്ടൊരു വീട് തന്നെയാണോ ഓവറോൾ ഔട്ട്പുട്ടായിട്ട് വന്നത്? തീർച്ചയായിട്ടും. ഞാൻ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവർ തന്നിട്ടുണ്ട്. എല്ലാം ഫുൾ. എനിക്ക് തോന്നുന്നു എൻ്റെ കുറേ കാലത്തൊരു ആഗ്രഹമാണ് വീട്. അതെങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. ആരൊക്കെ ഇരിക്കുന്നത്? ഇത് മൂത്ത മോളാണ് നിവേദിത. രണ്ടാമത്തെ ആള് നക്ഷത്ര. ഇതെൻ്റെ അച്ഛനാണ് മെയിനായിട്ട് ഇവിടുത്തെ വർക്കൊക്കെ സൂപ്പർവൈസ് ചെയ്തിരുന്നത്. അതെ അതെ, ഞങ്ങളിവിടെ നാട്ടിലില്ലല്ലോ. മൂപ്പരാണ് ഫുൾ നോക്കിയിരുന്ന ആള്, നടത്തിയിട്ടുള്ള ആള്. പണിയുടെ സമയത്തും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. കുറ്റം പറയാൻ ഒന്നുമില്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.
സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ ഫസാഡ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീടിൻ്റെ പ്ലാനിങ് സ്റ്റേജ് മുതൽ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ ഡിസൈനും എക്സിക്യൂഷനും ഒക്കെ ചെയ്തു തരുന്ന നല്ല എനർജറ്റിക് ആയിട്ടുള്ള ടീമാണ് ഫസാഡ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. അവരുടെ വേറെയും വർക്കുകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഓഫീസ് ലൊക്കേഷനും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ സാധിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.